നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പക്ഷികളെ പിടികൂടി. തായ്ലൻഡിൽ നിന്ന് കൊച്ചിയിലേക്ക് കടത്തിയ അപൂർവ ഇനം പക്ഷികളെയാണ് കസ്റ്റംസ് പിടികൂടിയത്. 11 പക്ഷികളെയാണ് കണ്ടെത്തിയത്. രാഗിൻ ടെലിഫോൺ ലൈനിൽ ചേർന്ന വിവരങ്ങളുമായി. രാഗിൻ, ഗുഡ് മോർണിംഗ്. ആരാണ് ഈ പക്ഷികളെ കടത്താൻ ശ്രമിച്ചത്? എന്ത് തരം ഇനങ്ങളായിരുന്നു ഈ പക്ഷി വർഗത്തിൽപ്പെട്ടവയായിരുന്നു അത്? 11 അപൂർവ ഇനം പക്ഷികളെയാണ് നെടുമ്പാശ്ശേരിയിൽ കസ്റ്റംസ് സംഘം പിടികൂടിയത്. ഇത്തരത്തിൽ ബാഗേജ് അടക്കം പരിശോധിക്കുന്ന ഘട്ടത്തിലാണ് ഈ പക്ഷികളെ കണ്ടെത്തിയത്. വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളുടെ വിപണനം ആഗോളതലത്തിൽ തന്നെ നിരോധിച്ചതാണ്. അത്തരം പക്ഷികളെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ തായ്ലാന്റിൽ നിന്നാണ് ഇവ കൊച്ചിയിലേക്ക് കടത്തിക്കൊണ്ടുവന്നതെന്നാണ് വ്യക്തമാവുന്നത്. തായ്ലാന്റിൽ നിന്നെത്തിയ ഒരു കുടുംബം, അതിൽ ഹസ്ബൻഡ്, വൈഫ്, കുട്ടിയുണ്ട്. അവരുടെ പക്കൽ നിന്നാണ് ഇത് കണ്ടെടുത്തിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇത് ട്രേസ് ചെയ്ത് പിടിച്ചിരിക്കുന്നത്. മുൻപും ഇത്തരത്തിലുള്ള പക്ഷിക്കടത്ത് ബാങ്കോക്കിൽ നിന്നും തായ്ലാന്റിൽ നിന്നും ഒക്കെ കസ്റ്റംസ് സംഘം പിടികൂടുകയും അത് വനം വകുപ്പിന് കൈമാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, പ്രൊസീഡിംഗ്സ് നടക്കുകയാണ്. ഇവർ പോയത് ആരൊക്കെയാണ്, കടത്തിക്കൊണ്ടുവന്നത്, അവരുടെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊക്കെ അല്പസമയത്തിന് തന്നെ ലഭിക്കും. എന്തായാലും തുടർ നടപടികൾ കസ്റ്റംസും അതോടൊപ്പം തന്നെ വനം വകുപ്പും സ്വീകരിക്കും. ഇവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകും. ഈ കടത്തിക്കൊണ്ടുവന്ന ആളുകൾക്കെതിരെ നിയമ നടപടി ഉണ്ടാകും. അതോടൊപ്പം ഈ കടത്തിക്കൊണ്ടുവന്ന ഈ വംശനാശ ഭീഷണി നേരിടുന്ന അപ്പൻഡിക്സ് 1, 2 ആ ഇനത്തിൽ അല്ലെങ്കിൽ ആ ഇതിൽ പെടുന്ന പക്ഷികളാണ്. അവയെ തിരിച്ചയക്കും. അതിന്റെ ഒറിജിൻ രാഷ്ട്രത്തിലേക്ക് തിരിച്ചയക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളും ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ കസ്റ്റംസും അതോടൊപ്പം തന്നെ വനം വകുപ്പും വ്യക്തമാക്കുന്നത്.